ഹരി ഓം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ശ്രീ മാർഗബന്ധു സ്തോത്രത്തെ കുറിച്ചാണ്. മാർഗബന്ധു എന്നിവിടെ വിളിക്കുന്നത് ഭഗവാൻ പരമശിവനെയാണ്. മാർഗം എന്നാൽ വഴി. വഴിയിൽ ഉടനീളം നമ്മുടെ ബന്ധുവായിരിക്കുന്നവൻ മാർഗബന്ധു. അതായത് നമ്മളൊരു യാത്ര പുറപ്പെടുന്ന സമയത്ത് നമ്മെ നേർവഴിയിലൂടെ നയിക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെ ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്തും ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരികയാണെങ്കിൽ ആ തടസ്സങ്ങളെ മറികടക്കാനുള്ള ശക്തിയെ പ്രദാനം ചെയ്യുന്നവനുമാണ് ഭഗവാൻ. അതുകൊണ്ട് അദ്ദേഹം മാർഗബന്ധുവാണ്. അപ്പോൾ ഒരു യാത്ര പുറപ്പെടുന്ന സമയത്ത് ഈ സ്തോത്രം ജപിച്ച് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിച്ചാൽ ശുഭകരമായ ഒരു യാത്രാനുഭവം നമുക്ക് സിദ്ധിക്കും. അതുകൊണ്ട് പൊതുവെ യാത്രകൾ തുടങ്ങുന്നതിന് മുമ്പ് ജപിക്കുന്ന ഒരു സ്തോത്രമാണ് ഇത്. ഇനി ഒന്നുകൂടി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മുടെ ഉള്ളിൽ ബോധസ്വരൂപനായിരിക്കുന്നവൻ ഭഗവാൻ. ആ ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് നമ്മുടെ യാത്ര മംഗളകരമാകുന്നത്. നമ്മെ നേർവഴിക്ക് നയിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളെയെല്ലാം അഭിമുഖീകരിക്കാനും തരണം ചെയ്യാനുമുള്ള കരുത്ത് നമുക്ക് ഭഗവാൻ പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഉടനീളം നമ്മുടെ ബന്ധുവായിരിക്കുന്നു ഭഗവാൻ മാർഗബന്ധു. അപ്പോൾ ആ രീതിയിലും ഇത് ജപിക്കാം. നിത്യജീവിതത്തിലുള്ള ഭഗവാന്റെ സാന്നിധ്യത്തിനുള്ള കൃതജ്ഞതയായിട്ടും ഇത് ജപിക്കാവുന്നതാണ്. പ്രധാനമായും യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ചൊല്ലുന്ന സ്തോത്രമാണ്. ചെറിയ സ്തോത്രമാണ്. നമുക്കിതിലെ ഓരോ ശ്ലോകവും ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ശ്രീമാർഗബന്ധു സ്തോത്രം. ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. ഈ വരി എല്ലാ ശ്ലോകങ്ങളും ചൊല്ലിക്കഴിഞ്ഞാൽ ഒപ്പം തന്നെ ചൊല്ലുന്ന ഒരു ശൈലിയിലാണ് ഇത് രചിച്ചിട്ടുള്ളത്. അപ്പോൾ തുടക്കത്തിലും ഈ വരിയുണ്ട്, പിന്നീട് എല്ലാ ശ്ലോകങ്ങൾ കഴിഞ്ഞാലും ഈ വരി വരുന്നുണ്ട്. ഭഗവാനെ സംബോധന ചെയ്യുകയാണ്. ഇതിൽ പല പേരുകൾ വിളിച്ച് ഭഗവാനെ സംബോധന ചെയ്യുകയാണ്. ആദ്യമായി വിളിക്കുന്നത് ശംഭോ എന്നാണ്. അതായത് ശംഭു. ശം എന്നാൽ മംഗളം. മംഗളത്തെ രചിക്കുന്നവൻ ശംഭു. ഭക്തരുടെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമുള്ള മംഗളങ്ങളെ അവർക്ക് പ്രദാനം ചെയ്യുന്നവനായതുകൊണ്ട് ഭഗവാന് ശംഭു എന്ന പേരുണ്ട്. ഭക്തര് അവരുടെ മനസ്സിലുള്ള മാലിന്യങ്ങളെ മുഴുവൻ നീക്കി, അതായത് അമംഗളമായ വസ്തുക്കളെ മുഴുവൻ ആ ചിത്തത്തിൽ നിന്നും നീക്കി ആ ചിത്തത്തെ മംഗളസ്വരൂപമാക്കി മാറ്റിയാൽ അവിടെ ആവിർഭവിക്കുന്നവനാണ് ഭഗവാൻ. അതായത് മംഗളത്തിൽ ആവിർഭവിക്കുന്നവൻ. ആ അർത്ഥത്തിലും ഭഗവാൻ ശംഭുവാണ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ വിളിക്കുന്നു മഹാദേവ. പ്രകാശിക്കുന്നവനാണ് ദേവൻ. ഈ ലോകത്തിൽ പ്രകാശിക്കുന്ന പല സൂക്ഷ്മ ശക്തികളുമുണ്ട്. അവയ്ക്കെല്ലാം പ്രകാശം പ്രദാനം ചെയ്യുന്നത് ബോധസ്വരൂപനായ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ എല്ലാ പ്രകാശിക്കുന്നവരുടെയും ഉറവിടമായിരിക്കുന്ന മഹാപ്രകാശമായിരിക്കുന്നവനായതുകൊണ്ട് ഭഗവാൻ മഹാദേവനാണ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ വിളിക്കുന്നു ദേവ. ദാനം കൊടുക്കുന്നവനാണ് ദേവൻ. ഭക്തര് ഭഗവാനോട് എന്ത് അർത്ഥിച്ചാലും അതപ്പോൾ തന്നെ അവർക്ക് പ്രദാനം ചെയ്യുന്നവനാണ്. അവരിൽ അത്രയും അധികം സ്നേഹമുള്ളവനാണ്. അതുകൊണ്ട് ദേവൻ എന്ന് വിളിച്ചിരിക്കുന്നു. തുടർന്ന് ശിവ എന്നാണ് വിളിക്കുന്നത്. മംഗളസ്വരൂപൻ തന്നെയാണ്. മംഗളത്തെ പ്രദാനം ചെയ്യുന്നവനാണ്. മംഗളത്തിൽ നിന്നും ആവിർഭവിക്കുന്നവനാണ്. അതുകൊണ്ട് ശംഭുവാണ്. എന്നാൽ ഭഗവാൻ സ്വയം മംഗള വസ്തു തന്നെയാണ്. അതുകൊണ്ട് ശിവനാണ്. അതായത് മനസ്സിലെ മാലിന്യം നീക്കി മനസ്സിനെ മംഗള വസ്തുവാക്കി മാറ്റിയാൽ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ശിവനെ ഒന്ന് സ്മരിച്ചാൽ, അദ്ദേഹത്തിൻ്റെ നാമത്തെയോ രൂപത്തെയോ ഭാവത്തെയോ മനസ്സുകൊണ്ടൊന്ന് സ്മരിച്ചാൽ ആ സ്മരണ മാത്രയിൽ തന്നെ നമ്മുടെ മനസ്സ് മംഗളമായി ഭവിക്കും. അതുകൊണ്ട് ഭഗവാൻ ശിവനാണ്. പിന്നെ വീണ്ടും ശംഭോ എന്ന് വിളിക്കുന്നു. മഹാദേവ ദേവേശ. ദേവന്മാരുടെ ഈശനായിരിക്കുന്നവനാണ് ഭഗവാൻ. ഈ ലോകത്തെ പാലിക്കാനുള്ള ശക്തിവിശേഷങ്ങളാണ് ദേവതകൾ. ആ ഓരോ ദേവതകൾക്കും ഓരോ കാര്യം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കാര്യം അവർ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്ന മഹാശക്തിയാണ് മഹാദേവൻ. അതുകൊണ്ട് ദേവേശനാണ്. ദേവന്മാരുടെയും ഈശനാണ്. അവരെയും ഭരിക്കുന്നവനാണ്. ശംഭോ ശംഭോ മഹാദേവ ദേവ. ഈ വരി എല്ലാ ശ്ലോകം കഴിഞ്ഞും ചൊല്ലണം. ഒന്നുകൂടിയും ചൊല്ലാം. ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. ഇനി ആദ്യത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം.
ഫാലാവനമ്രത് കിരീടം ഫാലനേത്രാർച്ചിഷാദഗ്ധ പഞ്ചേഷു കീടം ശൂലാഹതാരാതികൂട്ടം ശുദ്ധമർദ്ദേന്ദുചൂടം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. ഇവിടെ പറയുന്നത് ഫാലാവനമ്രത് കിരീടം എന്നാണ്. ഫാലം എന്നാൽ നെറ്റി. ഭഗവാന്റെ ശിരസിൽ ഒരു കിരീടം ധരിച്ചിട്ടുണ്ട്. അതിന് വളരെയധികം ഭാരമുണ്ട്. അപ്പോൾ ശിരസിൽ നിന്നും കുറച്ച് താഴ്ന്ന് നെറ്റിയുടെ കുറച്ച് ഭാഗം മറച്ചുകൊണ്ടാണ് അത് നിൽക്കുന്നത്. അതുകൊണ്ട് അവനമ്രം, താഴ്ന്നിരിക്കുന്ന കിരീടത്തോടു കൂടിയതാണ്. അപ്പൊ നെറ്റിയിൽ കുറച്ച് ഇറങ്ങിയിരിക്കുന്ന കിരീടമാണ് ഭഗവാൻ ധരിച്ചിട്ടുള്ളത്. അത്രയും ശ്രേഷ്ഠമായ കിരീടമാണ്, അത്രയും ഭാരം അതിനുണ്ട്. അതുകൊണ്ടാണ് അത് ചെറുതായിട്ടൊന്ന് താഴ്ന്നിരിക്കുന്നത്. അപ്പൊ നെറ്റിയുടെ കുറച്ച് ഭാഗത്തെ മറച്ചുകൊണ്ടാണ് ആ കിരീടം ഭഗവാൻ വെച്ചിട്ടുള്ളത്. അപ്പൊ രാജരാജേശ്വര ഭാവത്തിൽ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് കിരീടം അണിഞ്ഞ ഭാവത്തിൽ ഇവിടെ ധ്യാനിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാവർക്കും വഴികാട്ടിയായിരിക്കുന്നവൻ, എല്ലാവരുടെയും ഈശ്വരനായിരിക്കുന്നവൻ ഭഗവാൻ. ഫാലാവനമ്രത് കിരീടം ഫാലനേത്രാർച്ചിഷാദഗ്ധ പഞ്ചേഷു കീടം. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ഒരു കണ്ണുണ്ട്, മൂന്നാമത്തെ കണ്ണ്, അതാണ് ഫാലനേത്രം. ആ മൂന്നാം കണ്ണിലെ അർച്ചിഷ, അഗ്നിയാൽ, ജ്വാലയാൽ, ആ മൂന്നാം കണ്ണിന്റെ ഉള്ളിൽ ലോകത്തെ മുഴുവൻ ഭസ്മമാക്കാൻ കെൽപ്പുള്ള അഗ്നിയെ ഭഗവാൻ സൂക്ഷിച്ചിരിക്കുന്നു. അത്രയും ഊർജത്തെ ധരിച്ചിരിക്കുകയാണ്. ആ അർച്ചിഷനാൽ, ആ ജ്വാലയാൽ, തേജസ്സിനാൽ ദഗ്ധം, ദഹിപ്പിക്കപ്പെട്ടു, ഭസ്മമാക്കപ്പെട്ടു. ആര്? പഞ്ചേഷു, 5 ബാണങ്ങളെ പിടിച്ചവൻ. അതാരാ? കാമദേവൻ. കാമദേവൻ ലോകത്തെ മുഴുവൻ മയക്കാനായിട്ട് നിരന്തരം പരിശ്രമിക്കുന്നവനാണ്. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്നത് 5 ബാണങ്ങളെയാണ്. പഞ്ചതന്മാത്രകളെയാണ് ആ ബാണങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇന്ദ്രിയ വിഷയങ്ങളാണ്. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളിലൂടെ ഇന്ദ്രിയങ്ങളെ കുടുക്കി മനസ്സിനെ വലിച്ച് ഹരിക്കുന്നവനായതുകൊണ്ട് കാമദേവൻ ലോകത്തെ മുഴുവൻ ജയിച്ചവനാണെന്ന് അഹങ്കരിച്ചു. ആരെയും ജയിക്കാൻ കെൽപ്പുണ്ടെന്ന് തെറ്റിദ്ധരിച്ചു. ആ കാമദേവൻ ഒരിക്കൽ ഭഗവാൻ മഹാദേവന്റെ നേർക്കും തിരിഞ്ഞു. ലോകമംഗളാർത്ഥമായിരുന്നു, ദേവന്മാര് അർത്ഥിച്ചതുകൊണ്ടായിരുന്നു. എന്നാലും തനിക്കത് ഇന്ന് സാധിക്കുമെന്നൊരു തെറ്റിദ്ധാരണ കാമദേവൻ ഉണ്ടായി. അദ്ദേഹം ഭഗവാന്റെ നേർക്ക് തൻ്റെ പഞ്ചബാണങ്ങളിൽ നിന്നും ഒരു ബാണം പ്രയോഗിച്ചു നോക്കി. ഭഗവാൻ മഹാദേവൻ തൻ്റെ മൂന്നാം കണ്ണ് തുറന്നു കാമദേവനെ ഭസ്മമാക്കി. ഏതുപോലെ ഭസ്മമാക്കി? കീടത്തിന് സമാനമായിട്ട്. ഒരു കീടത്തെ ഏതുപോലെയാണോ അഗ്നി ദഹിപ്പിക്കുന്നത്, അപ്പൊ അഗ്നിയുടെ അടുത്തേക്ക് പോകുന്ന കീടങ്ങളെ കുറിച്ചൊക്കെ, ഇപ്പൊ പതംഗ എന്നൊക്കെ സംസ്കൃതത്തിൽ പറയും. അഗ്നി കണ്ടാൽ അഗ്നിയുടെ അടുത്ത് ചെന്ന് സ്വയം ഭസ്മമാകുന്ന കീടങ്ങളാണ്. അതുപോലെ കാമദേവനെ ഭസ്മമാക്കി. ഏതുപോലെയാണോ ആ കീട്ടം അഗ്നിയുടെ അടുത്തേക്ക് സ്വയം ചെല്ലുന്നത്, അതുപോലെ കാമദേവൻ ഭഗവാന്റെ അടുത്തേക്ക് സ്വയം വന്നു. ഭഗവാനെ പരീക്ഷിക്കാൻ നോക്കി. ഭഗവാൻ അവനെ ഭസ്മമാക്കി. അപ്പൊ അത്രയും വൈഭവത്തോടു കൂടിയവനാണ്. കാമത്തെ ജയിച്ചവനാണ് ഭഗവാൻ. ഭഗവാന് ആഗ്രഹങ്ങൾ ഒരല്പം പോലുമില്ല. കാരണം നിത്യതൃപ്തനാണ്. ഉള്ളിൽ പരിപൂർണതയാണ്, പരമാനന്ദമാണ്. അപ്പൊ ആ ഭാവത്തെ സൂചിപ്പിക്കാനും ഈ പദം. ഫാലനേത്രാർച്ചിഷാദഗ്ധ പഞ്ചേഷു കീടം ശൂലാഹതാരാതി കൂട്ടം. ശൂലം, ഭഗവാന്റെ കയ്യിൽ ത്രിശൂലമുണ്ട്. ആ ത്രിശൂലത്താൽ ആഹതം, ഹനിക്കപ്പെട്ടിട്ടുള്ള, പ്രഹരിക്കപ്പെട്ടിട്ടുള്ള അരാതി കൂട്ടം. അരാതി കൂട്ടം എന്ന് പറഞ്ഞാൽ ശത്രു സൈന്യമാണ്, ശത്രുക്കളുടെ സമൂഹമാണ്. അപ്പോൾ ഇവിടെ ശത്രുക്കളായിട്ട് ധർമ്മത്തിന് വിരുദ്ധരായി നിൽക്കുന്ന എല്ലാവരും മഹാദേവന്റെ ശത്രുക്കളാണ്. കാരണം ധർമ്മത്തെ പാലിക്കുന്നവനാണ് മഹാദേവൻ. അപ്പൊ ധർമ്മവിരുദ്ധരായി നടക്കുന്നവരെ മുഴുവൻ ശത്രു സമൂഹമായി കണ്ടാൽ അവരെ മുഴുവൻ തൻ്റെ ശൂലത്താൽ ഹനിക്കുന്നവനാണ് ഭഗവാൻ. ഇനി അസുരന്മാരെ നിഗ്രഹിക്കുന്നവൻ എന്നർത്ഥവും അവിടെ എടുക്കാം. കാരണം ദേവന്മാരുടെ ശത്രുക്കളായിരിക്കുന്ന അസുരന്മാരെയാണ് പലപ്പോഴും ഭഗവാൻ എതിർക്കുന്നത്. അപ്പോൾ ശൂലാഹതാരാതി കൂട്ടം, ഭക്തരുടെ ശത്രുക്കളെ തൻ്റെ ത്രിശൂലം കൊണ്ട് ഹനിക്കുന്നവൻ എന്നും നമുക്ക് അർത്ഥം അവിടെ കൽപ്പിക്കാം. ശുദ്ധമർദ്ദേന്ദു ചൂടം, ശുദ്ധമായിരിക്കുന്ന അർദ്ധചന്ദ്രനെ, ഇന്ദു എന്നാൽ ചന്ദ്രൻ, അർദ്ധേന്ദു, അർദ്ധചന്ദ്രനെ ചൂടിയിരിക്കുന്നവനാണ്. ചന്ദ്രക്കലയെ തൻ്റെ ശിരസിൽ ധരിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ. ചന്ദ്രക്കല മനസ്സിന്റെ പ്രതീകമായിട്ട് പറയാറുണ്ട്. അപ്പോൾ കലയായിട്ട് ധരിക്കുമ്പോൾ മനസ്സ് വളരെയധികം ശാന്തമായിരിക്കുന്ന ഭാവമാണ്. ഇവിടെ ശുദ്ധം എന്ന് എടുത്തു പറഞ്ഞു. മനസ്സ് പരിശുദ്ധമായിരിക്കുകയാണ്. ആഗ്രഹങ്ങളുടെ കളങ്കങ്ങൾ ഒരല്പം പോലും ഇല്ലാതെ ശാന്തമായി ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന മനസ്സിനെ ഭഗവാൻ ധരിച്ചിരിക്കുന്നു.
അതായത് ഭഗവാനെ ഭജിക്കുന്ന ആൾക്കാരുടെ മനസ്സ് ആ ചന്ദ്രക്കലയെ പോലെ ശുദ്ധവും ശാന്തവുമായി പ്രകാശിക്കും. അപ്പൊ അത് സൂചിപ്പിക്കാനാണ് ആ ചന്ദ്രക്കലയെ ധരിച്ചിട്ടുള്ളത്. നമ്മൾ അകത്ത് അനുഭവിക്കുന്ന ആനന്ദത്തിന്റെ അമൃതപ്രവാഹത്തിന് ഉറവിടമായിരിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ആ പൊരുൾ, അതിന്റെ പ്രതീകവുമാണ് ചന്ദ്രൻ. അപ്പൊ അമൃതപ്രവാഹത്തെയും അത് സൂചിപ്പിക്കുന്നു. സഹസ്രാരത്തിൽ നിന്നും അമൃതം ഇങ്ങനെ സ്രവിക്കുമെന്ന് പറയും. ആ ഭാവത്തെ സൂചിപ്പിക്കുന്നതും ആ ചന്ദ്രക്കല തന്നെയാണ്. അപ്പൊ അത്തരം അനുഭവങ്ങൾ നമുക്ക് നൽകുന്നവനാണ് മഹാദേവൻ. ശുദ്ധമർദ്ധേന്ദു ചൂടം ഭജേ, ഞാൻ ഭജിക്കുന്നു മാർഗബന്ധും, മാർഗത്തിൽ എനിക്ക് ബന്ധുവായിരിക്കുന്ന മഹാദേവനെ ഞാൻ ഭജിക്കുന്നു. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ഫാലാവനമ്രത് കിരീടം ഫാലനേത്രാർച്ചിഷാദഗ്ധ പഞ്ചേഷു കീടം ശൂലാഹതാരാതികൂട്ടം ശുദ്ധമർദ്ദേന്ദുചൂടം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ്. അംഗേ വിരാജത് ഭുജംഗം അഭ്രഗംഗാതരംഗാഭിരാമോത്തമാംഗം ഓംകാരവാടീകുരംഗം സിദ്ധ സംസേവിതാംഘ്രിം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. ഇവിടെ പറയുന്നു അംഗേ, തൻ്റെ ദേഹത്തിൽ, വിരാജത് ഭുജംഗം, വിരാജിക്കുന്ന ഭുജംഗത്തോടു കൂടിയവനാണ് മഹാദേവൻ. ഭുജംഗം എന്നാൽ സർപ്പം. ശ്രേഷ്ഠമായ സർപ്പങ്ങളെ തൻ്റെ ദേഹത്തിൽ ധരിച്ചിട്ടുണ്ട്. ജടയിൽ കെട്ടിയിട്ടുണ്ട്, കഴുത്തിൽ ഹാരമായി ധരിച്ചിട്ടുണ്ട്, കയ്യിൽ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ദേഹത്തിൽ പല സ്ഥലത്തും ഭുജംഗത്തെ അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ശോഭിക്കുന്നവനാണ്. ഭഗവാന് പൊതുവെ നല്ല കാന്തിയുണ്ട്. ഭഗവാന്റെ കാന്തി തട്ടി തിളങ്ങുന്ന കാന്തിയോടുകൂടിയാണ് ഈ ഭുജകങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഈ സർപ്പങ്ങളെല്ലാം തൻ്റെ ദേഹത്തിൽ കൂടുതൽ തിളങ്ങുന്നു, ആഭരണങ്ങളായി ഭവിച്ചിരിക്കുന്നു. സാധാരണക്കാര് ആഭരണങ്ങൾ ധരിച്ച് തൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഭഗവാൻ സർപ്പങ്ങളെ ധരിച്ചുകൊണ്ട് സർപ്പങ്ങളുടെ സൗന്ദര്യത്തെയാണ് വർദ്ധിപ്പിക്കുന്നത്. ഈ ലോകത്തിലുള്ള അജ്ഞാനങ്ങളുടെ പ്രതീകമായിട്ട് സർപ്പങ്ങളെ എടുക്കാം. അതിനെയെല്ലാം തൻ്റെ വശത്താക്കിയവനാണ് ഭഗവാൻ. അതായത് അജ്ഞാനത്തെ ഇല്ലാതെയാക്കിക്കൊണ്ട് ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവനാണെന്നുള്ള ഭാവവും അവിടെയുണ്ട്. രോഗങ്ങളുടെ പ്രതീകമായിട്ടെടുത്താൽ രോഗങ്ങളെ തൻ്റെ വശത്താക്കിയവൻ, അതായത് ഭക്തരുടെ രോഗങ്ങളെ ഇല്ലാതെയാക്കി അവർക്ക് ആരോഗ്യം നൽകുന്നവനാണ്. അതുകൊണ്ടും ആ ഭാവം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അംഗേ വിരാജത് ഭുജംഗം അഭ്രഗംഗാതരംഗാഭിരാമോത്തമാംഗം. അഭ്രം ആകാശം, ആകാശത്തിൽ നിന്നും പ്രവഹിക്കുന്ന ഗംഗ അഭ്രഗംഗ. ആ ആകാശഗംഗയുടെ തരംഗം, തരംഗം എന്നാൽ തിരകൾ. ആ ആകാശഗംഗയിൽ ഇങ്ങനെ തിരകളുണ്ട്. ആ തിരകളാൽ അഭിരാമം, ശോഭിക്കുന്ന മനോഹരമായിരിക്കുന്ന ഉത്തമാംഗം, ശിരസ്സോടു കൂടിയവൻ. ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ഭഗീരഥൻ പരിശ്രമിച്ച സമയത്ത് ആ ഗംഗയുടെ ഒഴുക്കിനെ ഭൂമിക്ക് പോലും താങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി മഹാദേവനെ ഭജിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മഹാദേവന്റെ പ്രസാദത്താൽ മഹാദേവൻ ആ ഗംഗയെ സ്വീകരിക്കാമെന്ന് ഭഗീരഥൻ ഉറപ്പുകൊടുത്തു. അങ്ങനെയാണ് ഗംഗാദേവി, ആകാശഗംഗയെ തൻ്റെ ജടയിൽ മഹാദേവൻ ധരിച്ചത്. ഇപ്പൊ ഭൂമിക്ക് പോലും ഏൽക്കാൻ പറ്റാത്ത പ്രഹരത്തെ ഏറ്റവനാണ്, അത്രയും കരുത്തുള്ളവനാണ്. അങ്ങനെ തൻ്റെ ശിരസിൽ ആ ഗംഗയെ നിലനിർത്തിയപ്പോൾ ആ ഗംഗ അവിടെ ഇങ്ങനെ പതുക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മഹാദേവനോടുള്ള സ്നേഹം അഭിവ്യക്തമാക്കിക്കൊണ്ട് ഭഗവാനെ ശിരസ്സൊന്ന് തലോടി കൊടുക്കുകയാണോ എന്ന് തോന്നുന്ന വിധത്തിൽ പതുക്കെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഇളക്കം ഇങ്ങനെ തരംഗമായിട്ട് നമുക്ക് മുകളിൽ കാണാം. ആ തരംഗം ഭഗവാന്റെ ശിരസിനെയും കേശത്തെയും കൂടുതൽ ഭംഗിയുള്ളതാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അഭിരാമമാണ്, അങ്ങനത്തെ ഉത്തമാംഗം, ശിരസ്സോടു കൂടിയവനാണ് ഭഗവാൻ. അതായത് ഗംഗാദേവിയെ ജടയിൽ ധരിച്ചവനാണ് ഭഗവാൻ. അഭ്രഗംഗാതരംഗാഭിരാമോത്തമാംഗം ഓംകാര വാട്ടി കുരംഗം. ഓംകാരമാകുന്ന വാട്ടി, വാട്ടി എന്നാൽ ഉദ്യാനം. ഓംകാരമാകുന്ന ഉദ്യാനത്തിൽ വിഹരിക്കുന്ന കുരംഗമായിരിക്കുന്നവൻ. കുരംഗം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള മാനാണ്. അപ്പോൾ ഏതുപോലെയാണോ ഒരു മാൻ ഒരു വാട്ടിയിൽ രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ മഹാദേവൻ നിത്യവും ഓംകാരത്തിലാണ് വിഹരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓംകാരം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ സത്തയാണ്, പരബ്രഹ്മത്തിന്റെ പൊരുളാണ്, തൻ്റെ സ്വരൂപം തന്നെയാണ്. മഹാദേവന്റെ സ്വരൂപം എന്തെന്ന് ചോദിച്ചാൽ ഓം എന്ന് പറഞ്ഞാൽ മതി. പ്രണവസ്വരൂപിയാണ് ഭഗവാൻ. അപ്പൊ തൻ്റെ സ്വരൂപത്തിൽ തന്നെ നിത്യം രമിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഒരു മാനിന് ഉദ്യാനത്തിൽ വിഹരിക്കുന്നത് ഏതുപോലെ രസകരമാണോ അതുപോലെ സ്വരൂപാനന്ദം ഭഗവാന് രസകരമാണ്. ഭഗവാന് മറ്റൊരു രസമില്ല, രുചിയില്ല. തന്നിൽ തന്നെ രമിക്കുന്നവൻ ആത്മാരാമനായിരിക്കുന്നവൻ. അതുകൊണ്ട് ഓംകാര വാട്ടി കുരംഗം സിദ്ധ സംസേവിതാംഘ്രീം, സിദ്ധരാൽ സംസേവിക്കപ്പെടുന്ന, നന്നായി സേവിക്കപ്പെടുന്ന പാദങ്ങളോടുകൂടിയവനാണ് ഭഗവാൻ. ജീവിതത്തിൽ നേടേണ്ടതെല്ലാം നേടിയവരാണ് സിദ്ധന്മാർ. അങ്ങനെയുള്ളവർക്ക് പോലും ആശ്രയമായിരിക്കുന്നത് അങ്ങാണ്. അതായത് ഇനിയൊന്നും ആവശ്യമില്ല എന്ന ഭാവം എത്തിയവർ ഭജിക്കുന്നത് അങ്ങയാണ്. അപ്പോൾ ലോകത്തിലുള്ളതെല്ലാം നേടിക്കഴിഞ്ഞാൽ അതിനതീതമായ എന്തോ ഒന്നുണ്ട്, ആ ഉള്ളത് അങ്ങയിൽ മാത്രമാണ് എന്ന ഭാവം അവിടെ വ്യക്തമായി. അതുകൊണ്ടാണ് സിദ്ധന്മാർ പോലും അങ്ങയെ സേവിക്കുന്നത്. അപ്പൊ സിദ്ധരായവർ പോലും അങ്ങയെ സേവിക്കുന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ ഞങ്ങളെ പോലെയുള്ളവർ തീർച്ചയായും അങ്ങയെ തന്നെയാണ് സേവിക്കേണ്ടത്. അതുകൊണ്ട് സിദ്ധ സംസേവിതാംഘ്രിം ഭജേ മാർഗബന്ധും, അങ്ങനെ മാർഗത്തിലുടനീളം ഞങ്ങൾക്ക് ബന്ധുവായിരിക്കുന്ന ഭഗവാനെ ഞാൻ ഭജിക്കുന്നു. ഭജേ. ഇതായിരുന്നു രണ്ടാമത്തെ ശ്ലോകം. അംഗേ വിരാജദ്ഭുജംഗം അഭ്രഗംഗാതരംഗാഭിരാമോത്തമാംഗം ഓംകാരവാട്ടി കുരംഗം സിദ്ധ സംസേവിതാംഘ്രിം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. നിത്യം ചിദാനന്ദരൂപം നിഹ്നുതാശേഷ ലോകേശ വൈരി പ്രതാപം കാർത്തസ്വരാഗേന്ദ്ര ചാപം കൃത്തിവാസം ഭജേ ദിവ്യ സന്മാർഗ ബന്ധും ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. നിത്യം ചിദാനന്ദ രൂപം. ഭഗവാൻ നിത്യവസ്തുവാണ്, എന്നുമുള്ള വസ്തുവാണ്. ഭഗവാന് തുടക്കവുമില്ല, ഒടുക്കവുമില്ല, പരിണാമവുമില്ല. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഒരുവൻ ശിവനെ അനുഭവിച്ചാൽ അവൻ ഏതൊരു പൊരുളിനെ അനുഭവിച്ചുവോ അതേ പൊരുളിനെ തന്നെയാണ് ഇന്ന് ഇപ്പോൾ നമ്മളും അനുഭവിക്കുന്നത്. അപ്പൊ എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കുന്നവൻ ശിവൻ. അതുകൊണ്ട് നിത്യൻ എന്ന് വിളിച്ചിരിക്കുന്നു. ചിദാനന്ദ രൂപം, ചിത്തിലുള്ള ആനന്ദം സ്വരൂപമായിരിക്കുന്നവൻ. ചിത് എന്ന ശബ്ദം കൊണ്ട് ബോധത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ബോധത്തിന്റെ സ്വരൂപം ആനന്ദം തന്നെയാണ്. നമ്മൾ ആനന്ദം അനുഭവിച്ചു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ സ്വരൂപത്തെ തന്നെയാണ്, ആത്മാവിനെ തന്നെയാണ്. അതുകൊണ്ട് ചിദാനന്ദ രൂപമാണ്. ബോധസ്വരൂപത്തിൽ ആനന്ദമായി ശോഭിക്കുന്നവൻ, നമ്മുടെ എല്ലാം ഉള്ളിലുള്ളവനായതുകൊണ്ട് ചിദാനന്ദ രൂപം. നിഹ്നുതാശേഷ ലോകേശ വൈരി പ്രതാപം. നിഹ്നുതം എന്ന് പറഞ്ഞാൽ മറയ്ക്കപ്പെട്ടിട്ടുള്ളത്, മറച്ചിരിക്കുന്നു. എന്തിനെ? അശേഷം, സമ്പൂർണമായി. ലോകേശം, ലോകങ്ങളെ പാലിക്കുന്നവരാണ് ലോകേശന്മാർ. അവരുടെ വൈരി, വൈരി എന്നാൽ ശത്രുക്കൾ, ശത്രുക്കളുടെ പ്രതാപത്തെ. ലോകത്തെ പാലിക്കുന്നവർ ദേവന്മാർ, ദേവന്മാരുടെ ശത്രുക്കൾ അസുരന്മാർ. അവർക്ക് വളരെയധികം പ്രതാപമുണ്ട്. അപ്പോൾ അവർ ആ പ്രതാപത്തെ പ്രദർശിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അങ്ങയുടെ ഒരു ആവിർഭാവം തന്നെ, അങ്ങ് അവിടെ ഒന്ന് ആവിർഭവിച്ചാൽ തന്നെ അവരുടെ എല്ലാം പ്രതാപം മങ്ങിപ്പോകും, പരിപൂർണമായി മങ്ങിപ്പോകും. കാരണം അത്രയും പ്രതാപത്തോടു കൂടിയവനാണ്. ഒരു മിന്നാമിനുങ്ങിന് പ്രകാശമുണ്ടെന്ന് നല്ല ഇരുട്ടിൽ തോന്നാം, എന്നാൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നെ ഒരു പ്രകാശവുമില്ല. അപ്പോൾ അസുരന്മാരുടെ പ്രകാശം, പ്രതാപമൊക്കെ അത്രയേ ഉള്ളൂ, മിന്നാമിനുങ്ങിന് സമാനമാണ്. എന്നാൽ മഹാദേവന്റെ പ്രതാപം 1000 സൂര്യന്മാർക്ക് സമാനമാണ്. അപ്പൊ മഹാദേവൻ ആവിർഭവിച്ചാൽ ശത്രുക്കളുടെ മുഴുവൻ പ്രതാപവും ഇല്ലാതെയാകും. ഭഗവാന്റെ ഇച്ഛയില്ലാതെ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ എത്ര ശക്തിയുള്ളവനാണെങ്കിലും മഹാദേവന്റെ അനുഗ്രഹമില്ലെങ്കിൽ ആ ശക്തിയെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ശത്രുക്കളുടെ ശക്തിയെ മറച്ചു വെച്ചിരിക്കുന്നവൻ എന്നർത്ഥവും ഇവിടെ വരും. അപ്പോൾ ഇന്ദ്രന്മാരുടെ നേർക്കൊക്കെ, അതായത് ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ദേവന്മാരുടെ നേർക്ക് അസുരന്മാർ തിരിയുന്ന സമയത്ത് വളരെ ശക്തിയുള്ളവരാണെങ്കിലും അവർ പരാജയപ്പെടുന്നു. അവിടെ അവർക്ക് പരാജയം ഉണ്ടാവാനുള്ള കാരണം അവർക്ക് ഭഗവാന്റെ പ്രസാദം ലഭിച്ചിട്ടില്ല. അപ്പോൾ ശിവന്റെ കരുണയില്ലാതെ എത്ര ശക്തിയുള്ളവരാണെങ്കിലും അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അസുരന്മാരെല്ലാം ധർമ്മവിരുദ്ധരാണ്. അതുകൊണ്ടാണ് അവരുടെ ശക്തിയെ ഭഗവാൻ മറയ്ക്കുന്നത്, അവരുടെ പ്രതാപത്തെ ഭഗവാൻ ഒളിപ്പിച്ച് വെക്കുന്നത്. കാരണം അധർമ്മം ഇവിടെ ജയിക്കാൻ പാടില്ല, ധർമ്മം മാത്രമേ ജയിക്കാൻ പാടൂ. നിഹ്നുതാശേഷ ലോകേശ വൈരി പ്രതാപം കാർത്തസ്വരാഗേന്ദ്ര ചാപം. കാർത്തസ്വരം എന്ന് പറഞ്ഞാൽ സ്വർണം എന്നാണ് അർത്ഥം. അഗേന്ദ്രം എന്ന് പറഞ്ഞാൽ പർവ്വതരാജൻ.
അപ്പൊ സ്വർണ്ണ നിറത്തോടു കൂടിയ പർവ്വതരാജൻ, അത് മേരു പർവ്വതമാണ്. അപ്പൊ മേരു പർവ്വതത്തെ ശാപമാക്കിയവൻ, വില്ലാക്കിയവൻ. ത്രിപുരാസുരന്മാരെ വധിക്കാൻ വേണ്ടി ഭഗവാൻ തൻ്റെ വിരാടഭാവം സ്വീകരിച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തിലെ ഓരോ ശക്തികളെയും തൻ്റെ ഓരോ ഉപകരണങ്ങളാക്കി മാറ്റി, രഥമാക്കി മാറ്റി, അമ്പാക്കി മാറ്റി, വില്ലാക്കി മാറ്റിയ കഥ നമ്മൾ ത്രിപുര ദഹനം ചർച്ച ചെയ്ത സമയത്ത് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഭാവത്തിൽ മേരുപർവ്വതത്തെ അദ്ദേഹം ചാപമാക്കി മാറ്റി. അപ്പൊ അതുകൊണ്ട് കാർത്തസ്വരാഗേന്ദ്ര ചാപം, മേരുപർവ്വതത്തെ തന്നെ ചാപമാക്കി മാറ്റിയവൻ. അത്രയും വൈഭവത്തോടു കൂടിയവനാണ് ഭഗവാൻ. ഇനി അതിന് സമാനമായ കാന്തിയോടുകൂടിയ വില്ലിനെ ധരിച്ചവൻ എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് മേരുപർവ്വതത്തിന്റെ തിളക്കം, ആ സ്വർണ്ണ പർവ്വതത്തിന്റെ തിളക്കം ഏതുപോലെയാണോ അതുപോലത്തെ തിളക്കത്തോടു കൂടിയ വില്ല് ധരിച്ചവനാണ് ഭഗവാൻ എന്നർത്ഥവും അവിടെ എടുക്കാം. കൃത്തിവാസം, ആനയുടെ തോലിനെ ഉടുത്തവൻ. ഗജാസുരനെ ഭഗവാൻ വധിക്കുന്നുണ്ട്. മുനികളെ എല്ലാം ഉപദ്രവിച്ചവനാണ്. അപ്പൊ അവനെ വധിക്കുന്ന സമയത്ത് അവന്റെ തോലിനെ ഭഗവാൻ എടുത്തുടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് കൃത്തിവാസൻ എന്ന പേര് ഭഗവാന് കിട്ടി. ശത്രുവിന്റെ അഹങ്കാരത്തെ അലങ്കാരമാക്കി മാറ്റിയവനാണ് ഭഗവാൻ. ആ അഹങ്കാരത്തിന്റെ പ്രതീകമാണ് ആ ആനത്തോല്. അപ്പൊ ഗജാസുരൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ഉള്ളിലുള്ള അഹങ്കാരം തന്നെയാണ്. ആ അഹങ്കാരം ഭഗവാനോടുള്ള ഭക്തി ഉണ്ടായാൽ ഒരു അലങ്കാരമായി മാറും, ഭഗവാനുള്ള അലങ്കാരമായി മാറും. കാരണം പിന്നീട് ആ വ്യക്തി പ്രവർത്തിക്കുന്നത് മുഴുവൻ ഭഗവാന് വേണ്ടിയാണ്, ഭഗവാന്റെ നിമിത്തമായിട്ട് അവൻ ഭവിക്കും. അതുകൊണ്ട് അത് അലങ്കാരമായി. അപ്പൊ അത് കാണിക്കാനായിട്ട് കൃത്തിവാസനായിരിക്കുന്നു ഭഗവാൻ, ആനത്തോൽ ഉടുത്തുകൊണ്ടിരിക്കുന്നു. ഭജേ, ഭജിക്കുന്നു ഞാൻ ആരെ? ദിവ്യ സന്മാർഗ ബന്ധും, ദിവ്യനായിരിക്കുന്ന സന്മാർഗത്തിലൂടെ നടത്തുന്ന ബന്ധുവായിരിക്കുന്നവൻ. ഭഗവാൻ ദിവ്യനാണ്, പ്രകാശസ്വരൂപനാണ്, അലൗകികനാണ്. അദ്ദേഹം സന്മാർഗത്തിലൂടെയാണ് നമ്മെ നടത്തുന്നത്. അതിനുവേണ്ടി സദാ നമ്മുടെ നേർക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ്, നമ്മെ നിരീക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ ബന്ധുവാണ്. അപ്പൊ ദിവ്യ സന്മാർഗ ബന്ധും, അങ്ങനെയുള്ള ആ മഹാദേവനെ ഞാൻ ഭജിക്കുന്നു. അഹം ഭജേ. ഇതായിരുന്നു മൂന്നാമത്തെ ശ്ലോകം. നിത്യം ചിദാനന്ദരൂപം നിഹ്നുതാശേഷലോകേശ വൈരിപ്രതാപം കാർത്തസ്വരാഗേന്ദ്ര ചാപം കൃത്തിവാസം ഭജേ ദിവ്യ സന്മാർഗ ബന്ധും ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. അടുത്തത് നാലാമത്തെ ശ്ലോകമാണ്. കന്ദർപ്പദർപ്പഘ്നമീശം കാലകണ്ഠം മഹേശം മഹാവ്യോമകേശം കുന്ദാഭദന്തം സുരേശം കോട്ടി സൂര്യപ്രകാശം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. കന്ദർപ്പദർപ്പഘ്നമീശം, കന്ദർപ്പൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ, കാമദേവന്റെ ദർപ്പ്, ദർപ്പ് എന്ന് പറഞ്ഞാൽ അഹങ്കാരം. അപ്പൊ കാമദേവന് താൻ എല്ലാവരെയും ജയിച്ചവനാണ് എന്നുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു. ആ ദർപ്പത്തെ, ദർപ്പഘ്നം എന്ന് പറഞ്ഞാൽ ആ ദർപ്പത്തെ ഇല്ലാതെയാക്കിയവൻ, അതിനെ നശിപ്പിച്ചവൻ. അങ്ങനെയുള്ള ഈശനാണ് അങ്ങ്. എല്ലാവരുടെയും പ്രഭുവാണ്, എല്ലാവരെയും ഭരിക്കുന്നവനാണ്. അപ്പൊ കാമദേവന്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കണമെങ്കിൽ ലോകത്തെ മുഴുവൻ ജയിച്ചവന്റെ അഹങ്കാരത്തെയാണ് ഭഗവാൻ ജയിച്ചിരിക്കുന്നത്. ആ ഭാവത്തിലുള്ളവനാണ്. അപ്പോൾ ഒരല്പം പോലും ആഗ്രഹമില്ലാത്തവനാണ്. ലോകത്തിലുള്ള എല്ലാ ശക്തികളുടെയും ഈശനാണ് എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് കന്ദർപ്പ ദർപ്പഘ്നമീശം. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെയും ഭഗവാൻ തന്നെയാണ് ഭരിക്കുന്നത്. ആ ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നിവർത്തിക്കാനുള്ള പരിശ്രമത്തിലും നമുക്ക് ഉള്ളിൽ ശാന്തതയുണ്ടാവും. കാരണം ഭഗവാന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന ഭാവമുണ്ടാവും. കാലകണ്ഠം, ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോകുന്ന കാലകൂട്ട വിഷം, ഹാലാഹലം പാലാഴി മഥന സമയത്ത് ആവിർഭവിച്ചു. ലോകത്തിലുള്ള എല്ലാവരും ഭയന്നു, ദേവന്മാർക്കടക്കം ഭയമുണ്ടായി. ആ സമയത്ത് ലോകത്തിന് മുഴുവൻ മംഗളം ഉണ്ടാവട്ടെ എന്ന് കരുതി ദേവന്മാരെല്ലാം തൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരല്പം പോലും ചിന്തയില്ലാതെ, സംശയമില്ലാതെ ആ കാലകൂടത്തെ മുഴുവൻ പാനം ചെയ്തവൻ. അങ്ങനെ പാനം ചെയ്തപ്പോൾ തൻ്റെ കണ്ഠത്തിൽ ഒരു കറുത്ത പാടായിട്ട് അത് ശോഭിച്ചു, അത് അലങ്കാരമായിട്ട് മാറി. ലോകത്തിൻ്റെ മുഴുവൻ ദോഷത്തെ, ലോകത്തിൻ്റെ മുഴുവൻ കർമ്മദോഷത്തെ തൻ്റെ കണ്ഠത്തിൽ വെച്ചവൻ, അതിനെ ഭുജിച്ചുകൊണ്ട് ലോകത്തെ രക്ഷിച്ചവൻ. അതായത് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ദോഷങ്ങളെയും ഇല്ലാതെയാക്കാൻ പ്രാപ്തനാണ് ഭഗവാൻ എന്ന് നമുക്ക് ഉപദേശിക്കുന്ന ഭാവത്തിൽ ഇരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് കാലകണ്ഠൻ, കറുത്ത കണ്ഠത്തോടു കൂടിയവൻ. ആ വിഷത്തിന്റെ നിറമാണ് കണ്ഠത്തിൽ കാണുന്നത്.
ഭഗവാന് അതൊരു അലങ്കാരമാണ്. കാരണം ആ ദോഷമൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ അത് നമ്മുടെ കർമ്മങ്ങളുടെ ഫലങ്ങളാണ്. അപ്പൊ അതിൽ നിന്നും ദോഷഫലങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, അത് അനുഭവിക്കുന്ന സമയത്ത് സാക്ഷിഭാവത്തിൽ ഇരിക്കാൻ നമുക്ക് സാധിച്ചാൽ, അനുഭവിക്കുന്നത് ഇന്ദ്രിയങ്ങളും മനസ്സുമാണെന്ന് മനസ്സിലാക്കി മാറി നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ, ഭഗവാനെ പോലെ തന്നെ അതിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോഴും നമ്മുടെ ഭാഗമാക്കാതെ നിർത്താൻ പറ്റും. അതുകൊണ്ടാണ് ഭഗവാൻ കാലകണ്ഠനായത്. ഭഗവാൻ ആ ദോഷത്തെ മുഴുവൻ സ്വീകരിച്ചു, പക്ഷെ തൻ്റേതാക്കിയില്ല, അതിനെ തന്നിലേക്ക് ചേർത്തില്ല. അപ്പൊ അദ്ദേഹത്തിന് അതിന്റെ ദോഷമൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല, കണ്ഠത്തിൽ അതിനെ നിർത്തി, അകത്തേക്ക് കൊണ്ടുപോയില്ല. അതുപോലെ വേണം കർമ്മദോഷങ്ങളെ സ്വീകരിക്കാൻ എന്ന് ഒരു പാഠം കൂടി ഭഗവാൻ അവിടെ കൊടുക്കുന്നുണ്ട്. നമ്മെ ആ രീതിയിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്നവനുമാണ് ഭഗവാൻ. അതുകൊണ്ട് കാലകണ്ഠം മഹേഷം, ഏറ്റവും വലിയ ഈശനായിരിക്കുന്നവൻ, ഭരിക്കുന്നവനാണ് ഈശൻ. അതിൽ ഭരിക്കുന്നവരെയും ഭരിക്കുന്നവൻ മഹേഷൻ. അങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ. മഹാവ്യോമകേശം, മഹത്തായിരിക്കുന്ന വ്യോമത്തെ കേശമാക്കിയവൻ എന്നൊരർത്ഥം. വ്യോമം എന്നാൽ ആകാശം. ആകാശത്തെ തന്നെ കേശമാക്കിയവൻ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഭാവമാണ് ഭഗവാനുള്ളത്. അപ്പോൾ അത്രയും സൂക്ഷ്മഭാവമാണ്, അത്രയും വലിയ ഭാവമാണ്. അതുകൊണ്ട് ആകാശത്തെ കേശമാക്കിയിരിക്കുന്നു. ഇനി ആകാശം കേശം ആകാശത്തെ സ്പർശിക്കുന്ന വിധം അത്രയും വലിപ്പമുള്ളവൻ എന്നർത്ഥവും എടുക്കാം. അപ്പൊ ആകാശത്തോളം വ്യാപിച്ചിരിക്കുന്ന കേശങ്ങളോട് കൂടിയവൻ എന്നർത്ഥത്തിലും മഹാവ്യോമകേശം എന്ന് നമുക്ക് അർത്ഥം പറയാം. അപ്പോ ശിവന്റെ ഒരു വളരെയധികം പ്രഗത്ഭമായ ഭാവമാണ് ആ താണ്ഡവ നടനം ആടുന്ന സമയത്ത്. അപ്പൊ ജടയൊക്കെ ഇങ്ങനെ അഴിച്ചിടുമ്പോൾ അത് ആകാശം തട്ടുന്ന രീതിയിലാണ് പറക്കുന്നത്. അപ്പൊ ആ ഭാവത്തിൽ ഇരിക്കുന്നവൻ എന്ന അർത്ഥത്തിലും മഹാവ്യോമകേശനാണ്. അതിസൂക്ഷ്മ പൊരുളായതുകൊണ്ടും വ്യോമത്തെ, ആകാശത്തെ തന്നെ കേശമാക്കിയിരിക്കുന്നവൻ, അലങ്കാരമാക്കിയിരിക്കുന്നവൻ. അപ്പൊ അത്രയും സൂക്ഷ്മ വസ്തു എന്ന അർത്ഥം. കുന്ദാബദന്തം, കുന്തം എന്നാൽ മുല്ലപ്പൂവ്. മുല്ലപ്പൂവിന്റെ കാന്തിക്ക് സമാനമായ ദന്തത്തോടു കൂടിയവൻ, പല്ലുകളോട് കൂടിയവൻ. ഭഗവാന്റെ പല്ലുകള് മുല്ലപ്പൂവിന്റെ മൊട്ടുപോലെ കോമളമാണ്, വെളുത്തിരിക്കുന്നതാണ്, കാണാൻ നല്ല ഭംഗിയാണ്. കുന്ദാഭദന്തം സുരേഷം, സുരന്മാരുടെ ഈശനാണ്. മഹേശൻ എന്ന് നേരത്തെ പറഞ്ഞു, അതൊന്നും കൂടി ഊട്ടി ഉറപ്പിക്കുകയാണ്. എല്ലാവരുടെയും ഈശനാണ്, എന്നാൽ വിശേഷാൽ സുരന്മാരുടെ ഈശനാണ്. നല്ലതിൽ രമിക്കുന്നവരാണ് സുരന്മാർ. അപ്പൊ ഈ ലോകത്തിലുള്ള നല്ല വ്യക്തികളെ മുഴുവൻ നമുക്ക് സുരന്മാരായിട്ട് പറയാം. അവരുടെ എല്ലാം ഈശനാണ്. കാരണം നല്ലതിൽ രമിക്കുന്നവർ ആരാധിക്കുന്നത് ഏറ്റവും നല്ലവനെയാണ്, അത് അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് സുരേശനാണ്. ദേവലോകത്തുള്ളവർ സുരന്മാർ അവരുടെ ഈശനായിരിക്കുന്നത് കൊണ്ടും സുരേശനാണ്. കോടി സൂര്യപ്രകാശം, കോടിക്കണക്കിന് സൂര്യന്മാർ ഉദിച്ചുയർന്നാൽ ഏതുപോലത്തെ കാന്തി ഉണ്ടാകുമോ അതുപോലത്തെ കാന്തിയോടൊത്തവനാണ് ഭഗവാൻ. കോടി സൂര്യപ്രകാശം ഭജേ മാർഗബന്ധും, മാർഗത്തിലുടനീളം ബന്ധുവായിരിക്കുന്ന ഭഗവാനെ ഞാൻ ഭജിക്കുന്നു. ഇതായിരുന്നു 4ാമത്തെ ശ്ലോകം. കന്ദർപ്പദർപ്പഘ്നമീശം കാലകണ്ഠം മഹേശം മഹാവ്യോമകേശം കുന്ദാബദന്തം സുരേശം കോടി സൂര്യപ്രകാശം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. അടുത്തത് 5ാമത്തെ ശ്ലോകമാണ്. മന്ദാരഭൂതേരുദാരം മന്ദരാഗേന്ദ്രസാരം മഹാഗൗര്യദൂരം സിന്ദൂരദൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. മന്ദാരഭൂതേരുദാരം, മന്ദാരം എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള വൃക്ഷമാണ്, കൽപ്പവൃക്ഷമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് പ്രദാനം ചെയ്യുന്ന വൃക്ഷമാണ്. ആ മന്ദാരത്തിന്റെ ഭൂതി, ഭൂതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൗഭാഗ്യം, അതിൻ്റെ സമൃദ്ധി, അതിൻ്റെ ഐശ്വര്യം, അതിനേക്കാൾ ഉദാരമായിരിക്കുന്നതാണ് അങ്ങയുടെ ഐശ്വര്യം. അതായത് കൽപ്പവൃക്ഷം ലോകത്തിലുള്ള മുഴുവൻ ആഗ്രഹങ്ങളെയും നിറവേറ്റാൻ കെൽപ്പുള്ളതാണ്. അത്രയും വൈഭവമുണ്ട്. ആ വൈഭവത്തെ പോലും അതിക്രമിച്ചിരിക്കുന്ന വൈഭവത്തോടു കൂടിയവനാണ് അങ്ങ്. അതുകൊണ്ട് മന്ദാരഭൂതേരുദാരം, മന്ദാരത്തിന്റെ ഭൂതിയേക്കാൾ ഉദാരനായിരിക്കുന്നവനാണ് അങ്ങ്. അപ്പോൾ എന്താഗ്രഹം വേണമെങ്കിലും അങ്ങേക്ക് നിറവേറ്റാൻ പറ്റും. അത്രയും മഹിമ അങ്ങേക്കുണ്ട്. അപ്പൊ ഭക്തർക്ക് ധൈര്യമായി സമീപിക്കാം. മന്ദരാഗേന്ദ്ര സാരം, മന്ദരം ഒരു പർവ്വതമാണ്. അപ്പൊ അഗേന്ദ്രം എന്ന് പറഞ്ഞാൽ പർവ്വതരാജൻ. അപ്പൊ മന്ദരമാകുന്ന പർവ്വതരാജന്റെ സാരമായിരിക്കുന്നവൻ, സാരം എന്നാൽ ഇവിടെ ബലം എന്നാണ് അർത്ഥം.
പാലാഴി മഥന സമയത്ത് ഉപയോഗിച്ച പർവ്വതമാണ് മന്ദരപർവ്വതം. ആ പർവ്വതത്തിന് വളരെയധികം ഉള്ളത് കൊണ്ടാണ് അത് കടക്കോലായിട്ട് ഉപയോഗിച്ചത്. അപ്പൊ അതിൻ്റെ ബലമായിരിക്കുന്നത് മഹാദേവനാണ്. ആ ബലം അതിന് പ്രദാനം ചെയ്തത് മഹാദേവനാണ്. അതിൻ്റെ അത്രയും ബലമുള്ളവനായതുകൊണ്ട് മന്ദരാഗേന്ദ്ര സാരം എന്ന് വിളിച്ചിരിക്കുന്നു. അതിൻ്റെ എല്ലാം ബലത്തിൻ്റെ ഉറവിടമായിരിക്കുന്നവൻ ഭഗവാനാണ്. അപ്പോൾ മന്ദരപർവ്വതത്തിന് വളരെയധികം ബലമുണ്ട്. അതുപോലെ ബലമുള്ള മറ്റെല്ലാ വസ്തുക്കൾക്കും ആ ബലത്തെ പ്രദാനം ചെയ്യുന്നത് മഹാദേവനാണ്. അതുകൊണ്ട് മന്ദരാഗേന്ദ്ര സാരം മഹാഗൗര്യ ദൂരം, മഹാഗൗരിയുടെ അദൂരമായിരിക്കുന്നവൻ. അദൂരം എന്ന് പറഞ്ഞാൽ ദൂരത്തല്ലാത്തത്, അതായത് അടുത്ത്. അപ്പോൾ മഹാഗൗരി എപ്പോഴും അടുത്ത് തന്നെ ഇരിക്കുന്നു. വെളുത്തവളായതുകൊണ്ടാണ് ഗൗരി എന്ന പേര് കിട്ടിയത്. പാർവതിയുടെ പേരാണ്, ശക്തിയാണ് പാർവതി. ആ മഹാഗൗരി എപ്പോഴും ഭഗവാന്റെ അടുത്ത് തന്നെയാണ്, ശിവനോട് ചേർന്ന് തന്നെയാണ്. ഇപ്പോൾ വിഷ്ണുവിൻ്റെ ഐശ്വര്യമാണ് ലക്ഷ്മി എന്ന് പറയുമ്പോൾ വിഷ്ണുവും ലക്ഷ്മിയും ഒന്ന് തന്നെയാണ്, രണ്ടായി കാണുകയാണ്. അതുപോലെ ശിവന്റെ ഐശ്വര്യമാണ് ശക്തി. ശക്തിയിലൂടെയാണ് നമ്മൾ ശിവനെ അറിയുന്നത്. കാരണം ശക്തിയാണ് ചലനം. അപ്പോൾ ഈ പ്രപഞ്ചമായി നമ്മൾ കാണുന്നത് മുഴുവൻ ശക്തിയാണ്. അതിൻ്റെ കേന്ദ്രത്തിലുള്ള ശുദ്ധമായ ബോധമാണ് ശിവൻ. അതുകൊണ്ട് എപ്പോഴും ഗൗരി അടുത്തു തന്നെയുണ്ട്. ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ഭഗവാന്റെ ശക്തിയും ഉണ്ടെന്ന് സൂക്ഷ്മാർത്ഥം. മഹാഗൗര്യ ദൂരം സിന്ദൂര ദൂര പ്രചാരം. സിന്ദൂരം അതിന് വളരെയധികം ചുവന്ന നിറമാണ്, ചുവന്ന കാന്തിയാണ്. അതിനെ ദൂരപ്രചാരം, ദൂരമാക്കുന്ന, അതായത് അതിനെ അധികരിക്കുന്ന പ്രചാരത്തോടു കൂടിയവൻ. പ്രചാരം എന്നാൽ ഇവിടെ പ്രകാശം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഭഗവാന്റെ കാന്തി എന്ന് പറയുന്നത് സിന്ദൂരത്തിന്റെ കാന്തിയെ പോലും അധികരിക്കുന്ന കാന്തിയോടുകൂടിയാണ്. അപ്പൊ നല്ല ചുവന്ന നിറത്തോടു കൂടിയ ഭാവത്തിൽ ഇരിക്കുന്നവൻ എന്നർത്ഥവും, അഥവാ സിന്ദൂരത്തിന് ഏത് പ്രകാരമാണോ ഭംഗിയുള്ളത് ആ ഭംഗിയെ അധികരിക്കുന്ന ഭംഗിയോടുകൂടിയവനാണ്. സിന്ദൂരം പൊതുവെ അലങ്കാരത്തിനാണ് ഉപയോഗിക്കുക. സ്ത്രീകളൊക്കെ അവരുടെ സൗന്ദര്യം ഒന്ന് കൂട്ടാനായിട്ട് ആ സിന്ദൂരത്തെ ധരിക്കുന്നു. അപ്പൊ ആ സൗന്ദര്യം കൂട്ടാനായി അവർ ആശ്രയിക്കുന്ന സിന്ദൂരത്തിന്റെ സൗന്ദര്യത്തെ പോലും അധികരിക്കുന്ന സൗന്ദര്യത്തോടു കൂടിയവൻ, കാന്തിയോടു കൂടിയവൻ, സിന്ദൂര ദൂര പ്രചാരം ആ ഭാവത്തിനിരിക്കുന്നവനാണ് ഭഗവാൻ. സിന്ധുരാജാതിധീരം. സിന്ധുരാജൻ എന്ന് പറഞ്ഞാൽ വരുണനാണ്. വരുണനേക്കാൾ അതിധീരനായിരിക്കുന്നവൻ. വരുണൻ ധർമ്മത്തെ പാലിക്കുന്നവനാണ്. വരുണപാശത്തിനൊക്കെ വളരെയധികം ശക്തിയുണ്ട്. അപ്പൊ അത്രയും ധീരനായിരിക്കുന്ന വരുണനേക്കാൾ ധീരനായിരിക്കുന്നവനാണ് മഹാദേവൻ. കാരണം വരുണൻ പോലും ഭഗവാന്റെ സേവകനാണ്, ഭഗവാനെ ഭയക്കുന്നവനാണ്. അപ്പൊ അത്രയും പ്രതാപത്തോടു കൂടിയവനായതുകൊണ്ട് സിന്ധുരാജാതിധീരം. ഇനി ബുദ്ധിയുള്ളവൻ എന്ന അർത്ഥത്തിൽ ധീര ശബ്ദത്തെ എടുക്കാം. അപ്പൊ നല്ല തെളിമയുള്ള ബുദ്ധിയുള്ളവനാണ്. അപ്പൊ സിന്ധുരാജന്, അതായത് വരുണദേവന് നല്ല തെളിമയുള്ള ബുദ്ധിയുണ്ട്. ആ ബുദ്ധിക്ക് കാരണമായിരിക്കുന്നത് ഭഗവാനാണ്. ഭഗവാന്റെ പ്രകാശത്തിൽ നിന്നാണ് ആ ബുദ്ധി പ്രകാശിക്കുന്നത്. അതുകൊണ്ട് അതിധീരം. അപ്പോൾ സിന്ധുരാജാതിധീരം. ഇനി അദ്ദേഹത്തിന്റെ ബുദ്ധിയെ അതിക്രമിച്ചു നിൽക്കുന്നവൻ, അതിനതീതനായി നിൽക്കുന്നവൻ എന്ന അർത്ഥത്തിലും അദ്ദേഹത്തിന്റെ ധീരതയെ അതിക്രമിച്ചു നിൽക്കുന്നവൻ എന്ന അർത്ഥത്തിലും സിന്ധുരാജാതിധീരം ഭജേ മാർഗബന്ധും. മാർഗത്തിലുടനീളം ബന്ധുവായിരിക്കുന്ന മഹാദേവനെ ഞാൻ ഭജിക്കുന്നു. ഇതായിരുന്നു 5ാമത്തെ ശ്ലോകം. മന്ദാരഭൂതേരുദാരം മന്ദരാഗേന്ദ്രസാരം മഹാഗൗര്യദൂരം സിന്ദൂരദൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. ഇവിടെ സിന്ദൂര ദൂരപ്രചാരം എന്നുള്ളതിന് ഇപ്പൊ സിന്ദൂരം ധരിക്കുന്നത് സുമംഗലികളാണ്. അപ്പോൾ അവർക്ക് സൗമംഗല്യം ഉണ്ടാവണമെങ്കിൽ അവർ സിന്ദൂരം ധരിച്ചിട്ടുണ്ടാവണം. അപ്പോൾ സിന്ദൂരത്തെ ധരിച്ചിരിക്കുന്നതിന് ദൂരം പ്രചരിപ്പിക്കുന്നു. അതായത് ഒരുപാട് കാലത്തേക്ക് ആ സിന്ദൂരം ധരിക്കാനുള്ള ഭാഗ്യം അവർക്ക് നൽകുന്നവൻ എന്നൊരർത്ഥവും അവിടെ എടുക്കാം. അതായത് സുമംഗലികളെ ആ ഭാവത്തിൽ നിലനിർത്തുന്നവർ, അപ്പം അവർക്ക് ആ അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്നവർ. അതുകൊണ്ട് സിന്ദൂര ദൂര പ്രചാരം എന്ന അർത്ഥവും അവിടെ വേണമെങ്കിൽ എടുക്കാം. അടുത്തത് ഫലശ്രുതി ഭാഗമാണ്. 6ാമത്തെ ശ്ലോകമാണ്. അപ്പയ്യ യജ്വേന്ദ്ര ഗീതം സ്തോത്രരാജം പഠേദ്യസ്തു ഭക്ത്യാ പ്രയാണേ തസ്യാർത്ഥ സിദ്ധിം വിധത്തെ മാർഗമധ്യേ ഭയം ചാശുതോഷോ മഹേശ ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. അപ്പയ്യ യജ്വേന്ദ്ര ഗീതം.
അപ്പയ്യ ദീക്ഷിതർ. യജ്വേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദീക്ഷിതർ എന്നാണ് അർത്ഥം. അപ്പൊ അപ്പയ്യ ദീക്ഷിതർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയാൽ ഗീതം പാടപ്പെട്ടിട്ടുള്ള സ്തോത്രരാജം, സ്തോത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഈ സ്തോത്രം. അപ്പൊ ഇത് രചിച്ചിട്ടുള്ളത് അപ്പയ്യ ദീക്ഷിതരാണ്. സ്തോത്രരാജ്യം പഠേത് യഹ് തു, ആരാണോ പഠിക്കുന്നത്. അപ്പയ്യ ദീക്ഷിതർ രചിച്ചിട്ടുള്ള ഈ സ്തോത്രത്തെ ആരാണോ പഠിക്കുന്നത്, ഭക്ത്യ, ഭക്തിയോടുകൂടി പഠിക്കുന്നത്. എപ്പോൾ? പ്രയാണേ, യാത്ര ചെയ്യുന്ന സമയത്ത്, പ്രയാണം ആരംഭിക്കുന്ന സമയത്ത് ആരാണോ ഈ സ്തോത്രം പഠിക്കുന്നത്, തസ്യ, അവന് അർത്ഥസിദ്ധിം വിധത്തെ, അവൻ ആഗ്രഹിക്കുന്നതെല്ലാം അവന് ലഭിക്കും. അവൻ അർത്ഥിക്കുന്നത് അവന് ലഭിക്കും. ചതുർവിധ പുരുഷാർത്ഥങ്ങളും അവന് ലഭിക്കും. അതായത് അവൻ്റെ യാത്ര മംഗളകരമായിരിക്കും. അവൻ എന്ത് ലക്ഷ്യത്തോടു കൂടിയാണോ പുറപ്പെടുന്നത് അത് അവന് ലഭിക്കുമെന്നർത്ഥം. അപ്പൊ തസ്യാർത്ഥ സിദ്ധിം വിധത്തെ, അത് ഈ സ്തോത്രം അവന് പ്രദാനം ചെയ്യും. മാർഗമധ്യേ, മാർഗത്തിലുടനീളം, ആ യാത്ര ചെയ്യുന്ന സമയത്ത് ആ വഴിയിൽ മുഴുവൻ അഭയം, അഭയത്തെ വിധത്തെ കൊടുക്കുന്നു. ആര്? ആശു തോഷഃ. ആശു എന്നാൽ പെട്ടെന്ന്, തോഷം എന്നാൽ തോഷിക്കുന്നവൻ, സന്തോഷിക്കുന്നവൻ. വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്നവനായതുകൊണ്ട് മഹാദേവന് ആശുതോഷൻ എന്ന പേര് വന്നു. ആ മഹേശൻ, ഏറ്റവും വലിയ ഈശനായിരിക്കുന്ന ഭഗവാൻ വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്നവനായതുകൊണ്ട് ഈ സ്തോത്രം, ഈ സ്തോത്ര രാജത്തെ ആര് പഠിക്കുന്നുവോ അവർക്ക് അവരാഗ്രഹിക്കുന്ന ലക്ഷ്യം നേടാൻ പറ്റും. അവർക്ക് മാർഗത്തിലുടനീളം അഭയവും ഉണ്ടാകും. ഭയം ഉണ്ടാവേണ്ട ഒരു സന്ദർഭം പോലും ഉണ്ടാവുകയില്ല. ഇനി അഥവാ അങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടായാൽ ഉടനെ തന്നെ അത് പരിഹരിച്ചുകൊണ്ട് അഭയത്തെ ഭഗവാൻ പ്രദാനം ചെയ്യും. കാരണം പെട്ടെന്ന് സന്തോഷിക്കുന്നവനാണ്, വളരെ കരുത്തുള്ളവനാണ്, മഹേശനാണ്. അപ്പൊ ഈ സ്തോത്രം ജപിച്ച് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചാൽ ഉറപ്പായും ഈ ഫലം ലഭിക്കുമെന്ന് ഇവിടെ ഈ സ്തോത്രം രചിച്ചിട്ടുള്ള അപ്പയ്യ ദീക്ഷിതർ തന്നെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അപ്പയ്യ യജ്വേന്ദ്രഗീതം സ്തോത്രരാജം പഠേദ്യസ്തു ഭക്ത്യാ പ്രയാണേ തസ്യാർത്ഥ സിദ്ധിം വിധത്തെ മാർഗമധ്യേ ഭയം ചാശുതോഷോ മഹേശ. ശംഭോ മഹാദേവ ദേവ ശിവ, ശംഭോ മഹാദേവ ദേവേശ ശംഭോ, ശംഭോ മഹാദേവ ദേവ. ഇത് ശ്രീ മാർഗബന്ധു സ്തോത്രം. അങ്ങനെ ശ്രീ മാർഗബന്ധു സ്തോത്രം സമ്പൂർണമാകുന്നു. വളരെ ചെറിയ സ്തോത്രമാണ്. 5 പ്രധാനപ്പെട്ട ശ്ലോകങ്ങളും ഒരു ഫലശ്രുതി ശ്ലോകവും പിന്നെ എല്ലാത്തിനോടും കൂടെ ചേർത്ത് പറയുന്ന ഈ വരിയും. ഇത്രയേ ഉള്ളൂ. എളുപ്പം ജപിക്കാവുന്നതാണ്, അർത്ഥവും എളുപ്പം മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ യാത്രയൊക്കെ പുറപ്പെടുന്ന സമയത്ത് ശ്രേഷ്ഠമായ ഒരു അനുഭവം ഉണ്ടാവട്ടെ എന്നുള്ള ഭാവത്തിൽ ആ യാത്ര എന്തൊരു ഉദ്ദേശത്തോടു കൂടിയാണോ അത് സഫലമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ സ്തോത്രം ജപിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തെ നേടുക. അപ്പോൾ യാത്ര വളരെയധികം നല്ല രീതിയിൽ നടത്താൻ സാധിക്കും. ജീവിതമാകുന്ന യാത്രയിൽ ഉടനീളവും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത് ജപിക്കാവുന്നതാണ്. വളരെ മനോഹരമായ സ്തോത്രമാണ്. അപ്പോൾ ഇത് ജപിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഭഗവാൻ തന്നെ പ്രദാനം ചെയ്യട്ടെ. ഇതിലൂടെ നേടേണ്ട അനുഗ്രഹവും ഭഗവാൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായ സ്തോത്രത്തിൻ്റെ എളിയ വ്യാഖ്യാനം ആ ഭഗവാൻ മഹാദേവന്റെ ആശുതോഷന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം നമഃ ശിവായ. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. ഹരി ഓം.